കണ്ണൂരിൽ നടന്ന ബ്ലൈൻഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ശ്രദ്ധേയമായി. പയ്യന്നൂർ ഏഴിലം ടൂറിസ്റ്റ് സെന്ററിൽ നടന്ന മത്സരത്തിൽ കാഴ്ച പരിമിതിയുള്ള 30 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജനറൽ വിഭാഗത്തിലുള്ള കുട്ടികളുമായായിരുന്നു മത്സരം. സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ മാടായി, ഏഴിലം ടൂറിസ്റ്റ് സെന്റർ, റോട്ടറി ക്ലബ് പഴയങ്ങാടി, കേരള ചെസ് അസോസിയേഷൻ ഫോർ ബ്ലൈൻഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സംസ്ഥാന ചെസ് മത്സരം സംഘടിപ്പിച്ചത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായാണ് ഭിന്നശേഷി മാസാചരണത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളോടാണ് മത്സരിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 30ഓളം കാഴ്ച പരിമിതരായ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. ഫിഡെ അന്തർദേശീയ റേറ്റിംഗ് ഉള്ള 5 താരങ്ങളും മത്സരിക്കാനെത്തി. സാധാരണ നോർമൽ ചെസ് ടൂർണമെന്റ് നടക്കുന്നത് അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. യാതൊരു വ്യത്യാസവുമില്ല. നമുക്കിപ്പോൾ ഇതിന് പങ്കെടുക്കുന്ന 18ഓളം കാഴ്ച വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് അവർ നോർമൽ ടൂർണമെന്റുകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അവരൊക്കെ ഫിഡെ റേറ്റിംഗ് 4ഓ 5ഓ കളിക്കാരും ഫിഡെ റേറ്റിംഗ് ഉള്ള കുട്ടികളാണ്. ശരിയായ രീതിയിലുള്ള പരിശീലനം ലഭിച്ചാൽ പരിമിതികൾ ഒന്നിനും തടസ്സമാകില്ലെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് പ്രൊജക്ടർ കോർഡിനേറ്റർ വിനോദ് കുമാർ MP പറഞ്ഞു. സാധാരണ നമ്മൾ പറയുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അതിൻ്റെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. ഭിന്നശേഷി മാസാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലാതലത്തിൽ നമ്മുടെ ഈ പ്രാവശ്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമ്മുടെ മാടായി BRC വെച്ചിട്ടാണ്. അപ്പോൾ ഈ ജില്ലാതല പരിപാടി എന്നുള്ള നിലയിൽ വളരെ വൈവിധ്യങ്ങളാർന്നിരിക്കുന്ന ഒരുപാട് പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുത്ത കാഴ്ച പരിമിതിയുള്ള ഏക വനിതയായ ആയിഷ സൈനബ, ഫിഡെ റേറ്റിംഗ് ഉള്ള ശരൺ ബാബു, ആൽവിൻ പ്രദീപ്, മുസ്തഫ K, മുഹമ്മദ് റാനിഷ് K എന്നിവർ മത്സരത്തിന്റെ ശ്രദ്ധാകേന്ദ്രങ്ങളായി. ന്യൂസ് മലയാളം, കണ്ണൂർ.